കൊല്ലം കൊട്ടിയം തഴുത്തലയിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. തഴുത്തല PK ജംഗ്ഷന് സമീപം SR മനസ്സിലിൽ 52-കാരി നസിയത്ത്, മകൻ 31 വയസ്സുള്ള ഷാൻ എന്നിവരാണ് മരിച്ചത്. നസിയത്തിന്റെ കഴുത്തിൽ മുറിവേറ്റിട്ടുണ്ട്. മകനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. കൊട്ടിയം പോലീസ് അന്വേഷണം ആരംഭിച്ചു. 2 മുറികളിലായിട്ടായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അമ്മ നസിയത്തിന്റെ കഴുത്തിൽ മുറിവേറ്റ നിലയിലും സമീപത്തെ മുറിയിൽ മകനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കാണപ്പെട്ടത്. മകൻ അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം തൂങ്ങി മരിച്ചതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. രാവിലെ വീട്ടിലെത്തിയ ബന്ധുക്കളാണ് ആദ്യം മൃതദേഹങ്ങൾ കണ്ടത്. തള്ളയും മകനും പിന്നെ അവൻ്റെ വൈഫും ഒക്കെ ഇവിടെ 3 പേരും ഒരുമിച്ചാണ്. 2 ദിവസത്തിന് മുമ്പ് വൈഫ് അങ്ങോട്ട് അവരെ വീട്ടിലോട്ട് പോയി. പിന്നെ എന്താണ് സംഭവം എന്നും നമുക്കറിയത്തില്ല. ഞങ്ങൾക്കൊരു ഫോൺ കോൾ വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിളിച്ച് ഞങ്ങൾ പിന്നെ ഇവിടെ വരുന്നത്. വന്ന് കണ്ട അവസ്ഥയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുറന്ന് കയറുമ്പോഴത്തേക്കും ബ്ലഡും ഒക്കെ ആയിട്ട് കുട്ടിയമ്മ കിടക്കുന്നു. അനിയൻ മറ്റേ റൂമിൽ തൂങ്ങിയിരിക്കുന്നു. അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക ഒരു കാര്യങ്ങളും നമ്മളറിവിലില്ല. എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു. താൻ ആത്മഹത്യ ചെയ്യുമെന്ന് നസിയത്ത് ബന്ധുക്കളെ വിളിച്ചറിയിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഷാനിനെതിരെ ഭാര്യയും അവരുടെ അമ്മയും കൊട്ടിയം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഷാൻ ഉപദ്രവിച്ചതായാണ് പരാതി. സംഭവ സമയം ഷാനിൻ്റെ ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ല. ഷാൻ ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മൃതദേഹങ്ങൾ തുടർ നടപടികൾക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അമൃത ന്യൂസ്, കൊല്ലം.